കർത്താവിൻ്റെ ഏറ്റവും പരിശുദ്ധമായ നാമം ഇന്ന് വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്കൊരുമിച്ച് ഇന്ന് ദൈവസന്നിധിയിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ ദൈവമൊരുക്കിയ അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെല്ലാവരെയും ഞാൻ കർത്താവിൽ വന്ദനം ചെയ്യുന്നു. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം 7-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 2 കൊരിന്ത്യർ 7-ാം അധ്യായം 1-ാമത്തെ വാക്യം. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്ക് ഉള്ളതുകൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. പ്രൈസ് ലോർഡ്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്തിലെ ദൈവസഭയ്ക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം 7-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യമാണ് നമ്മൾ ധ്യാനത്തിനായിട്ട് വായിച്ചത്. കൊരിന്തിലെ സഭയുടെ പശ്ചാത്തലമൊക്കെ നമുക്കെല്ലാവർക്കും അറിയാം. വളരെ അധാർമികമായി ജീവിക്കുന്ന ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ വലിയ കൃപാവരങ്ങളുടെ ഒഴുക്കും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത് സഭയെ ദൈവിക വിശുദ്ധിയിലേക്ക് തിരിക്കുവാൻ ആഗ്രഹിച്ച് അവരുടെ ഇടയിലുള്ള ജഡത്തിൻ്റെ പ്രവൃത്തികൾ, പ്രത്യേകിച്ച് മത്സരം, പക്ഷം ചേരൽ, കോടതി വ്യവഹാരങ്ങൾ, അല്ലേ, ധനാഢ്യരായ ആളുകൾ, ദരിദ്രരായ ആളുകൾ, അവർ തമ്മിലുള്ള വ്യത്യാസങ്ങൾ, കർത്തൃമേശ ആചരണത്തിൽ പോലും ഉണ്ടായ പാകപ്പിഴകൾ, അങ്ങനെ ജീവിതത്തിലെ എല്ലാ മേഖലയിലും തകർക്കപ്പെട്ട ഒരു കൂട്ടം ആളുകൾ. പ്രത്യേകിച്ച് കൊരിന്തെന്ന് പറയുന്ന പട്ടണം അധാർമികതയുടെ ഒരു രംഗസ്ഥലമായിരുന്നു. ഒരു കൊരിന്ത്യനായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും അധാർമികനായി ജീവിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. കൊരിന്ത്യൻ വേർഡ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മോശപ്പെട്ട പദങ്ങൾ ഉപയോഗിക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ അത്രമാത്രം അധാർമികത നിറഞ്ഞ ഒരു പട്ടണത്തിൽ ദൈവത്തിൻ്റെ സഭ വെളിപ്പെട്ടു വന്നപ്പോൾ ക്രിസ്തുവിനാൽ ജീവിതങ്ങൾ ആകർഷിക്കപ്പെട്ടു വന്നെങ്കിലും അവരുടെ പശ്ചാത്തലം, അധാർമികമായ സാഹചര്യം ഇവരെ സ്വാധീനിച്ചു. ദൈവം ആഗ്രഹിക്കുന്ന ശരിയായ വിശുദ്ധിയിലേക്ക് വരുവാൻ ഇവർക്ക് കഴിയുന്നില്ല. അങ്ങനെ വലിയ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ പൗലോസ് അപ്പോസ്തലൻ അവരെ ഗുണദോഷിച്ചുകൊണ്ട്, ശാസിച്ചുകൊണ്ട്, തിരുത്തിക്കൊണ്ട് ഈ 2 ലേഖനങ്ങൾ പ്രധാനമായും എഴുതി. 2-ാം ലേഖനത്തിൻ്റെ 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവരോട് പറയുന്നത്, പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നിങ്ങൾക്കുള്ളത് കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷങ്ങളെയും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക എന്ന് പറയുകയാണ്. ഇന്ന് പകൽക്കാലം കൊരിന്ത്യയിലെ സഭയ്ക്ക് മാത്രമല്ല, എല്ലാ കാലത്തുമുള്ള ദൈവജനത്തോടുള്ള ദൈവത്തിൻ്റെ വളരെ ശക്തമായ ആലോചനയാണ് നാം ഇന്ന് ധ്യാനത്തിനായി വായിച്ചത്. ഞാനും നിങ്ങളും എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ശുദ്ധീകരണം വേണം? നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് നമ്മൾ വിശുദ്ധീകരിക്കപ്പെടണം? അതിൻ്റെ ഉത്തരമാണ്, ഞാനും നിങ്ങളും സാധാരണ മനുഷ്യരല്ല, ഞാനും നിങ്ങളും വാഗ്ദത്തമുള്ളവരാണ്. പ്രൈസ് ദി ലോർഡ്. ഞാനും നിങ്ങളും വാഗ്ദത്തമുള്ളവരാണ്. വാഗ്ദത്തം എന്ന പദം കേൾക്കുമ്പോൾ തന്നെ വിശ്വാസ ലോകം തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുണ്ട്, അല്ലേ? ഒരുപാട് വാഗ്ദത്തങ്ങൾ ഉള്ളവരാണ് ഞാനും നിങ്ങളും. അതിൽ നല്ലൊരു പങ്കും ഭൗതികമായ വാഗ്ദത്തങ്ങളെക്കുറിച്ചാണ് ആളുകൾ ചിന്തിക്കുന്നത്. എനിക്ക് ജോലി കിട്ടും, അല്ലെങ്കിൽ ഒരു വീട് കിട്ടും, ഭൗതികമായ ഒരു അനുഗ്രഹമുണ്ടാകും, ഒരു യാത്രയുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള വാഗ്ദത്തങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നവർ പെട്ടെന്ന് ഈ വാക്ക് കേൾക്കുമ്പോൾ ഞാൻ എന്തിന് വിശുദ്ധീകരിക്കപ്പെടണം എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമായി എനിക്ക് ഇന്ന വാഗ്ദത്തങ്ങളുണ്ട്, അതുകൊണ്ട് ശുദ്ധീകരിക്കപ്പെടണമെന്ന് ചിന്തിക്കുക.
നിശ്ചയമായും ഭൗതികമായ അനുഗ്രഹങ്ങളോ നന്മകളോ ഒക്കെ വരുന്നതിനും ഈ വിശുദ്ധീകരണം നമ്മിൽ വേണ്ടത് അത്യാവശ്യമാണ്. സ്തോത്രം. ദൈവം അനുഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുന്നവരെയാ, ദൈവഹിത പ്രകാരം ജീവിക്കുന്നവരെയാ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നമ്മൾ വായിച്ച വാക്യത്തിനകത്ത് പറയുന്ന വാഗ്ദത്തം കേവലം ഇതുപോലെയുള്ള ഭൗതികമായ എന്തെങ്കിലും അനുഗ്രഹത്തിൻ്റെ വാഗ്ദത്തമല്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലൻ വ്യക്തമായി പറയുന്നു, ഈ വാഗ്ദത്തങ്ങൾ നിങ്ങൾക്കുള്ളത് കൊണ്ട് നിങ്ങൾ ദൈവഭയത്തിൽ വിശുദ്ധിയെ തികയ്ക്കണം. നിങ്ങളുടെ ജഡത്തിലും ആത്മാവിലുള്ള കന്മഷത്തെ നീക്കണം. അപ്പൊ വാഗ്ദത്വം നിറവേറണമെങ്കിൽ, വാഗ്ദത്വം അനുഭവിക്കണമെങ്കിൽ, വാഗ്ദത്വത്തിന് അവകാശികളാകണമെങ്കിൽ നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെട്ടേ മതിയാകും. പ്രൈസ് ദി ലോർഡ്. എന്താണ് അവിടെ വാഗ്ദത്വം എന്ന് പറയുന്നത്? സ്തോത്രം. എന്താണ് ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന വാഗ്ദത്തങ്ങൾ? അതാണ് ഇന്നത്തെ നമ്മുടെ പ്രധാനപ്പെട്ട ചിന്ത. എന്താണ് ദൈവം അവർക്ക് കൊടുത്തിട്ടുള്ള വാഗ്ദത്തം? ഒന്നാമത്തെ കാര്യം, ഞാൻ നിങ്ങളുടെ ഇടയിൽ വസിക്കും. 6-ാം അധ്യായത്തിലേക്ക് പോകണം കേട്ടോ. 6-ാം അധ്യായത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. 6-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൻ്റെ 2-ാമത്തെ ഭാഗം, ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ശ്രദ്ധിക്കണേ. അപ്പൊ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ഇടയിൽ ഉണ്ടാകുക എന്നുള്ളതാണ് വാഗ്ദത്തം. സ്തോത്രം. ഇസ്രായേൽ മക്കളോട് ദൈവം പറഞ്ഞ വാഗ്ദത്തമാ, നിങ്ങളുടെ ഇടയിൽ ഞാൻ നടക്കും, നിങ്ങളിൽ ഞാൻ വസിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇടയിൽ ദൈവം വസിക്കേണ്ടതിന്, അവരുടെ ഇടയിൽ ദൈവം നടക്കേണ്ടതിന്, ദൈവ സാന്നിധ്യം അവരുടെ ഇടയിൽ വെളിപ്പെടേണ്ടതിന് ദൈവം ഒരുക്കിയ മാർഗമായിരുന്നു, അല്ലെങ്കിൽ ദൈവം ഒരുക്കിയ ആ പദ്ധതി എന്ന് പറയുന്നത് സമാഗമന കൂടാരമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. മരുഭൂമിയിൽ യാത്ര ചെയ്യുമ്പോഴൊക്കെയും സമാഗമന കൂടാരം അവർ കൊണ്ടുപോയിരുന്നു. എവിടെയെങ്കിലുമൊക്കെ സെറ്റിൽമെന്റ് ചെയ്യുമ്പോൾ ആദ്യം സമാഗമന കൂടാരം അവരുടെ ഇടയിൽ ഉറപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. സമാഗമന കൂടാരത്തിനകത്ത് അതിപരിശുദ്ധ സ്ഥലത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം വസിക്കും. സ്തോത്രം. കാലങ്ങൾക്കപ്പുറം അവർക്ക് സ്വന്തമായി രാജ്യമായി, അല്ലേ, അവർ മനോഹരമായ ഒരു ദേവാലയം പണിതു. ആ ദേവാലയത്തിൻ്റെ 3 ഭാഗം പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിപരിശുദ്ധ സ്ഥലം. സ്തോത്രം. ഈ അതിപരിശുദ്ധ സ്ഥലത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധമായ സാന്നിധ്യം വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം ഇസ്രായേൽ മക്കളുടെ ഇടയിൽ വസിച്ചത്, ആമേൻ, ദൈവം അവർക്കായി ഒരുക്കിയ സമാഗമന കൂടാരത്തിലും പിന്നത്തേതിൽ ദൈവം അവർക്കായി ഒരുക്കിയ ആലയത്തിനകത്തുമായിരുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം എപ്പോഴൊക്കെ അവരുടെ നടുവിൽ വസിച്ചുവോ അപ്പോഴൊക്കെ ശത്രുക്കൾ അവരുടെ മുമ്പിൽ പരാജയപ്പെട്ടു. ദൈവ സാന്നിധ്യം എപ്പോഴൊക്കെ അവരുടെ നടുവിൽ ഉണ്ടായിരുന്നുവോ അപ്പോഴൊക്കെ ജനം ആത്മികമായും ഭൗതികമായും അനുഗ്രഹിക്കപ്പെട്ടു. പക്ഷേ ഇസ്രായേൽ മക്കളുടെ ചരിത്രം പരിശോധിച്ചാൽ ദാരുണമായ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, കാലം കുറെ കഴിഞ്ഞപ്പോൾ ദൈവ സാന്നിധ്യം അധിവസിക്കുന്ന ആലയത്തിനും സമാഗമന കൂടാരത്തിനുമൊക്കെ അവർ കൊടുത്തിരുന്ന പ്രാധാന്യം അവരുടെ ജീവിതത്തിൽ കുറഞ്ഞു വന്നു. ദൈവത്തിൻ്റെ ചട്ടങ്ങളും നിയമങ്ങളുമൊക്കെ അവർ തെറ്റിക്കാൻ തുടങ്ങി. യാഗം കഴിച്ചാൽ പോരെ, എങ്ങനെയെങ്കിലുമൊക്കെ യാഗം കഴിക്കാമെന്ന് അവർ ചിന്തിച്ചു. അല്ലെ, പ്രവാചകന്മാർ ശാസിക്കുന്നുണ്ട്, കണ്ണ് പൊട്ടിയതിനെ യാഗം കഴിച്ചാൽ, അല്ലെ, നിന്റെ അധിപതിയുടെ മുമ്പിൽ കൊണ്ടുവച്ചാൽ അവൻ സ്വീകരിക്കുമോ എന്ന് ചോദിച്ചു. അർത്ഥാൽ അവർ യാതൊരു നിയമവും പാലിക്കാതെ യാഗങ്ങൾ നടത്താൻ തുടങ്ങി. ദൈവം ആഗ്രഹിക്കുന്ന മാനദണ്ഡങ്ങളൊക്കെ അവർ കാറ്റിൽ പറത്തി. എന്താ സംഭവിച്ചെന്നറിയാമോ? ദൈവം ആലയത്തെ ജാതികളുടെ കയ്യിൽ ഏൽപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധ നിവാസത്തെ, അല്ലെ, ജാതികൾ അല്ലേ തകർത്തു കളഞ്ഞു. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവ സാന്നിധ്യം ആലയത്തിനകത്തു നിന്ന് മാറിപ്പോയി. ആലയം പോലും നശിപ്പിക്കപ്പെട്ടു. ഇതാ അതിന്റെ ഫലമായി ദൈവ സാന്നിധ്യം ദേശത്തു നിന്ന് മാറിയത് കൊണ്ട് ജനമിതാ അടിമകളായി, പ്രവാസികളായി തകരുവാനിടയായി.
ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ അനുഗ്രഹത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മളിൽ വസിക്കുന്ന ദൈവ സാന്നിധ്യമാണ്. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാ, കേവലം സമാഗമന കൂടാരത്തിനകത്തോ ആലയത്തിനകത്തോ വസിച്ചതുപോലെ അല്ല ഇന്ന് ദൈവം വസിക്കുന്നത്. എനിക്കും നിങ്ങൾക്കും അറിയാം, ഇന്ന് ദൈവം വസിക്കുന്ന ആലയം നമ്മുടെ ശരീരമാകുന്ന അവന്റെ ആലയമാണ്. സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് തന്നെ കൊരിന്ത്യർക്ക് എഴുതി 1 കൊരിന്ത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം ഇങ്ങനെ എഴുതി വെച്ചു: നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണ്, നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം പൗലോസ് വീണ്ടും പറയുകയാ, അല്ലെ, ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന മന്ദിരമാണ് നിങ്ങളുടെ ശരീരം. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സമാഗമന കൂടാരത്തിൽ ദൈവം വസിച്ചിരുന്ന അതേപോലെ ഇന്ന് പകൽക്കാലം ദൈവം വസിക്കുന്നത് ഏതെങ്കിലും മനുഷ്യനിർമ്മിതമായ സൗധങ്ങൾക്കകത്തല്ല, തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും നിർമ്മിച്ച നമ്മുടെ ശരീരത്തിനകത്താണ് ദൈവം വസിക്കുന്നത്. നമ്മുടെ ഉള്ളിലാണ് ദൈവം വസിക്കുന്നതെന്ന് വിശ്വസിക്കുന്ന എത്ര പേരിവിടെ ഉണ്ട്? ഇന്ന് പകൽക്കാലം നിങ്ങൾക്കൊരു വാഗ്ദത്തം ഞാൻ തന്നിട്ടുണ്ട്. അതെന്താണെന്നറിയാമോ? നിങ്ങളുടെ ഈ മൺകൂടാരമുണ്ടല്ലോ, ഈ കൂടാരത്തിനകത്ത് ഞാൻ ഇറങ്ങി വന്ന് വസിക്കുക. ആലയത്തിനകത്ത് വസിച്ച പരിശുദ്ധ ദൈവം നിങ്ങളുടെ മൺകൂടാരത്തിനകത്ത് വസിക്കുവാൻ വാഗ്ദത്തം നൽകിയിട്ടുണ്ട്. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ലോകത്തിൽ ഇതിനേക്കാൾ വലിയൊരു വാഗ്ദത്തം വേറെ എന്തെങ്കിലും ഉണ്ടോ? ഭൗതികമായ ഏതെങ്കിലുമൊക്കെ വാഗ്ദത്തം ഇതിന് മുകളിലാണോ? നിങ്ങൾക്കൊരു ജോലി കിട്ടുന്നത് ഇതിന് മുകളിലാണോ? നിങ്ങളുടെ തലമുറയ്ക്ക് വിവാഹം നടക്കുന്നത് ഇതിന് മുകളിലാണോ? നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഭൗതിക നന്മ കിട്ടുന്നത് ഇതിന് മുകളിലാണോ? അല്ലവേ അല്ല. പരിശുദ്ധനായ ദൈവം, സകലത്തെയും സൃഷ്ടിച്ച ദൈവം, സകലത്തിൻ്റെയും ഉടയവനായ ദൈവം, സർവശക്തനായ ദൈവം നിന്റെ മൺകൂടാരത്തിനകത്ത് വസിക്കാമെന്ന് വാഗ്ദത്തം നൽകിയിട്ടുണ്ടെങ്കിൽ അതിനപ്പുറം വേറൊരു വാഗ്ദത്തമുണ്ടോ? ഇന്ന് പകൽക്കാല ഇസ്രായേൽ മക്കളുടെ ആലയത്തിനകത്ത് ദൈവ സാന്നിധ്യം വസിച്ചിരുന്ന കാല, ദൈവവരുടെ കൂടെ ഉണ്ടായിരുന്ന കാല, അവരെ ഒരു ശത്രുക്കളും പരാജയപ്പെടുത്തിയില്ലെങ്കിൽ ഇന്ന് പകൽക്കാലം ഓർക്കുക, നിങ്ങളുടെ അകത്ത് ദൈവ സാന്നിധ്യം വസിക്കേണ്ടതുപോലെ ഇറങ്ങി വസിച്ച ഉലകത്തിൽ ഒരു ശത്രുവിന് നിങ്ങളെ തറക്കാൻ പറ്റുകയില്ല, ഒരു ആഭിചാരത്തിന് നിങ്ങളെ ഒതുക്കിക്കളയാൻ പറ്റുകയില്ല, ദേശത്തിലെ ഒരു വെല്ലുവിളിക്ക് നിങ്ങളോട് അടുത്തു വരാൻ പറ്റുകയില്ല. വചനം പറയുക, കാരണം നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനത്രേ. എത്ര പേര് ഇന്ന് രാവിലെ വിശ്വസിക്കുന്നുണ്ട്? ഓ ഹല്ലേലൂയ! ഞാൻ സാധാരണക്കാരനല്ല, ഞാൻ സാധാരണക്കാരിയല്ല. ദൈവത്തെ അവൻ കൊണ്ടു നടക്കുന്ന, ദൈവം വസിക്കുന്ന ഒരു ആലയമാണ് എന്റെ ശരീരം. മഹത്വത്തിന്റെ പ്രത്യാശയാകുന്ന ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്നു എന്നാണ് ദൈവവചനം നൽകുന്ന വെളിപ്പാട്. എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം ഉറപ്പുണ്ട്? എൻ്റെ അകത്ത് ദൈവ സാന്നിധ്യം വസിക്കുന്നു, എൻ്റെ ശരീരത്തിൽ ദൈവ സാന്നിധ്യം വസിക്കുന്നു, എൻ്റെ ആത്മാവിൽ ദൈവ സാന്നിധ്യമുണ്ട്, ഞാൻ ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കുന്ന വ്യക്തിയാണ്. സ്തോത്രം. രാജ്യം ഭരിക്കുന്ന നമ്മുടെ പ്രധാനമന്ത്രി ആകട്ടെ, അല്ലെങ്കിൽ നമ്മുടെ പ്രസിഡന്റ് ആകട്ടെ, നമ്മുടെ മുഖ്യമന്ത്രി ആകട്ടെ, നിങ്ങളുടെ വീട്ടിൽ ഇന്ന് വസിക്കാൻ വന്നാൽ എത്രമാത്രം ഒരുക്കങ്ങൾ, എത്രമാത്രം ക്രമീകരണങ്ങൾ, എത്രമാത്രം ശുദ്ധീകരണങ്ങൾ, എത്രമാത്രം വൃത്തിയാക്കലുകൾ, എത്രമാത്രം ഒരുക്കങ്ങൾ. സ്തോത്രം. സാധാരണ പോലെ അല്ല ഒന്നും. നിങ്ങൾ അത്രമാത്രം അതിനു വേണ്ടി ഒരുങ്ങും. പൗലോസ് പറയുക, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ദൈവം, സർവശക്തനായ ദൈവം വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ട്. അവൻ നിൻ്റെ വീട്ടിൽ വസിക്കാം, നിൻ്റെ ശരീരത്തിൽ വസിക്കാം, നിൻ്റെ ഭവനത്തിൽ വസിക്കാം, നിൻ്റെ ഉള്ളിൽ വസിക്കാം. ഈ വാഗ്ദത്തമുള്ളത് കൊണ്ട് ഇന്ന് പകൽക്കാലം ഈ വാഗ്ദത്തം നിനക്കുള്ളത് കൊണ്ട്, സ്തോത്രം, ഈ വാഗ്ദത്തം നിന്റെ അവകാശമാ. ഇന്ന് പകൽ പറഞ്ഞോ ആമൻ, മറ്റൊന്നുമല്ല, നിന്റെ വാഗ്ദത്തം നിന്റെ അവകാശമാ. ദൈവം നിന്റെ ഉള്ളിൽ വസിക്കാമെന്നുള്ളത്. ആമൻ, ആ വാഗ്ദത്തം അവകാശമാക്കണമെങ്കിൽ, ആ വാഗ്ദത്തം അനുഭവിക്കണമെങ്കിൽ, അതിൻ്റെ ഗുണം അനുഭവിക്കണമെങ്കിൽ പൗലോസ് പറയുക, ആമൻ, അത് വേണമെങ്കിൽ നിന്റെ ജഡത്തിലെയും ആത്മാവിലെയും, സ്തോത്രം, സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക.
ഇന്ന് പകൽക്കാലം ശുദ്ധീകരിക്കുന്നത് എന്തിനു വേണ്ടിയാ? സ്തോത്രം. ഈ വാഗ്ദത്തം, ആമേൻ, അത് പ്രാപിക്കാൻ. രണ്ടാമത് അവിടെ പറഞ്ഞ എന്താണ്? അവിടെ പറയുന്നു, ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകുന്നു. അപ്പം ആദ്യം ഞാൻ പറയാം, ദൈവം പറയുക, രണ്ടാമത്തെ വാഗ്ദത്തം, നീ എൻ്റെ ജനവും ഞാൻ നിന്റെ ദൈവവുമാകും. ഒന്നാമത്തെ കാര്യം തിരിച്ചറിവ്. നമ്മുടെ കാര്യം തന്നെ പറയാം. നമുക്കൊരു കാര്യം ബോധ്യമാകും, ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, മകളാണ്. ഇതാ വാഗ്ദത്തം. സ്തോത്രം, സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവം പറയുക, ഞാനൊരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ട്. ആമേൻ. ഇസ്രായേലിനോട് പറയുക, നിങ്ങളെ എൻ്റെ മക്കളാക്കും. ഇന്ന് എൻ്റെ മുമ്പിലിരിക്കുന്ന ദൈവ പൈതലേ, ഞാനും നിങ്ങളും അവൻ്റെ മക്കളാ. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിൻ്റെ മക്കളാകാൻ അവൻ അവകാശം കൊടുത്തു. പത്രോസ് പറയുക, നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടൊരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാ, എനിക്കും നിങ്ങൾക്കും അറിയാം, ആമേൻ, നിങ്ങൾ തിരിച്ചറിയണ നിങ്ങളുടെ വാഗ്ദത്തം, നീയും ഞാൻ ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ ആമേൻ അതിനനുസരിച്ച് ജീവിക്കണം. സ്തോത്രം, 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 സ്തോത്രം. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് സന്തോഷമുണ്ട്? രാജാവിൻ്റെ മക്കൾ രാജകുമാരന്മാരാണെങ്കിൽ സർവശക്തന്റെ മക്കളായി ഞാനും നിങ്ങൾ ജീവിക്കാൻ തുടങ്ങുമ്പോ ആമേൻ, അത് ഭയത്തിന്റെ ജീവിതമല്ല, അത് അടിമത്വത്തിന്റെ ജീവിതമല്ല, അത് നിരാശയുടെ ജീവിതമല്ല, അത് ആമേൻ സ്വതന്ത്രമായ ജയകരമായ ജീവിതമാ. പൗലോസ് അതുകൊണ്ടാ പറഞ്ഞത്, ഞങ്ങളെ ക്രിസ്തുയേശുവിൽ എല്ലായ്പ്പോഴും ജയത്തോടെ നടത്തുന്ന ദൈവത്തിന് സ്തോത്ര. ഇന്ന് പകൽക്കാല വാഗ്ദത്തമാ, ഞാനും നിങ്ങൾ ദൈവമക്കളായി ജീവിക്കണം. ഇന്ന് പകൽ പരാജയപ്പെട്ട് നിരാശപ്പെട്ട് അവൻ കരഞ്ഞു കലങ്ങിയ കണ്ണുമായി എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണമെന്ന് നിരാശപ്പെട്ട് നെടുവീർപ്പിടുന്ന ജീവിതമല്ല. അവൻ രാജാവിന്റെ മക്കളെ പോലെ അവൻ സന്തോഷത്തോടെ, ആത്മവിശ്വാസത്തോടെ, ധൈര്യത്തോടെ, കൃപയോടെ. അകത്താളിരുന്നെങ്കിലേ ഈ ബോധ്യം വരൂ. അതിനാ ശുദ്ധീകരണം. അകത്താളുണ്ടെങ്കിൽ ആ ബന്ധം ക്ലിയർ ആകുക. ഹല്ലേലൂയ. അതിന് അല്ലേ, ആ തിരിച്ചറിവിന് എന്ത് ചെയ്യണം? നമ്മളെ തന്നെ ശുദ്ധീകരിക്കണം. അവിടെ പറയുക, നിങ്ങൾ എൻ്റെ ജനമാണെന്ന് മാത്രമല്ല, ഞാൻ നിങ്ങളുടെ ദൈവവുമായിരിക്കും. സ്തോത്രം. അതൊരു വലിയ ഉടമസ്ഥതയാ. ഞാൻ നിങ്ങളുടെ ദൈവം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എൻ്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവം എന്ന് പറഞ്ഞാൽ, സ്തോത്രം, അയ്യോ, അതൊരു ഭയങ്കര എന്താണ്, ഒരു കവനന്റൽ റിലേഷൻഷിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണത്. ഉടമ്പടിയുടെ ഒരു ജനമായി മാറി നമ്മൾ. സ്തോത്രം. അവൻ്റെ പുത്രൻ്റെ മരണത്താൽ, ആ രക്തത്താൽ നമ്മൾ ഉടമ്പടിയുള്ള ജനമായി മാറി. ഇസ്രായേൽ മക്കളെ ഉടമ്പടിയുടെ ജനമെന്നാണ് പറയുന്നത്, അല്ലേ? അവൻ്റെ രക്തത്താൽ നമ്മൾ അവൻ്റെ മക്കളായി, അവൻ നമ്മുടെ ദൈവമായി മാറിയിരിക്കുന്നു. എത്ര പേർക്ക് ഇന്ന് പകൽ സന്തോഷമുണ്ട്? അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? നിന്നെ ഒരു നാളും അവൻ കൈവിടത്തില്ലെന്ന. ഞാൻ നിന്റെ ദൈവമാണെങ്കിൽ ഞാൻ നിന്റെ ഉടമസ്ഥനാണെന്നാണ് അതിൻ്റെ അർത്ഥം. ഞാൻ നിന്റെ ദൈവമാണെങ്കിൽ, നീ എൻ്റെ വകയാണെങ്കിൽ, നിന്റെ മേൽ എനിക്ക് അധികാരമുണ്ടെന്ന്. നിന്നെ ഒരു ശത്രുവിനും വിട്ടുകൊടുക്കത്തില്ലെന്ന്, ഒരു ആധിപത്യങ്ങൾക്ക് നിന്റെ മേൽ വാഴാൻ ഞാൻ അനുവദിക്കത്തില്ലെന്ന്, എന്റെ വകയാക്കി നിന്നെ തീർത്തെങ്കിൽ ഞാൻ എന്റെ സംരക്ഷണം നിന്റെ മേൽ വെക്കുമെന്ന്, എന്റെ കണ്ണ് നിന്നെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുമെന്നും, കണ്ണിലെ കൃഷ്ണമണി പോലെ നിന്നെ കാത്തു സൂക്ഷിക്കുമെന്ന്. ഞാൻ നിന്റെ ദൈവമാണെങ്കിൽ, നീ എന്റെ ജനമാണെങ്കിൽ, നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമുണ്ടെങ്കിൽ ഒരു ശക്തിക്ക് നിന്നെ തകർത്തി കളയാൻ കഴിയാതെ വണ്ണ് എന്റെ വകയാക്കി നിന്നെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് പകൽ വിശ്വാസത്തോടെ സ്തോത്രം ചെയ്തു പറ, അങ്ങയുടെ വകയാണ് ഞാൻ, അങ്ങന്റെ ദൈവമെങ്കിൽ എന്റെ ജീവിതത്തിൽ ഇന്ന് പകൽക്കാലം അവൻ അത്ഭുതകരമായ വിടുതലുകൾ ഉണ്ടാകട്ടെ. ഇന്ന് പകൽക്കാലം എല്ലാ പ്രതിസന്ധികളും മാറിപ്പോകട്ടെ. എന്റെ ദൈവത്തിന്റെ അത്ഭുതകരമായ പ്രവൃത്തി, ജയകരമായ വിടുതൽ എന്നിൽ വെളിപ്പെട്ടു വരുമാറാകട്ടെ. ഞാൻ നിങ്ങളുടെ ദൈവമായിരിക്കും. അപ്പൊ അതുകൊണ്ട് അവിടെ പറയുന്നൊരു കാര്യമുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് വേർപാട് വേണം. അവരുടെ നടുവിൽ നിന്ന്
വാഗ്ദത്തത്തിനകത്ത് ദൈവം പ്രധാനമായും പറഞ്ഞു വേർപാട് വേണം. അവരുടെ നടുവിൽ നിന്ന് വേർപെട്ടിരിക്കുക. ആമേൻ. അശുദ്ധമായതിൽ നിന്ന് വേർവിട്ട് മാറുക, പാപത്തിൽ നിന്ന് വേർപെടുക. സ്തോത്രം, സ്തോത്രം. റോമാലേഖനം 12-ാം അധ്യായം നമുക്കെല്ലാം അറിയാം. 2-ാം വാക്യം എന്താ? റോമർ 12:2 ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. വേർപെടണം. വേർപെടുമ്പോഴേ ഈ ദൈവിക അനുഗ്രഹം നമ്മുടെ മേൽ വരികയുള്ളൂ. അപ്പോൾ ദൈവം എന്തിനാണ് നമ്മോട് വിശുദ്ധീകരിക്കപ്പെടണമെന്ന് പറയുന്നത്, നിങ്ങളെ തന്നെ വെടിപ്പാക്കണമെന്ന് പറയുന്നത്? വെറുതെ അല്ല, വാഗ്ദത്തം ഉള്ളത് കൊണ്ടാണ്. സ്തോത്രം. അവൻ നമുക്ക് വാഗ്ദത്തം നൽകിയിട്ടുണ്ട്. സിജോയ്, ദൈവം നമുക്ക് എന്താ തന്നിട്ടുണ്ട്? നിന്റെ കൂടെ വരാമെന്ന് വാഗ്ദത്തം തന്നിട്ടുണ്ട്. നിന്റെ കൂടെ ഇരിക്കാം. ദൈവം കൂടെ ഇരുന്നാൽ, നിങ്ങൾ യോസഫിൻ്റെ സ്റ്റോറി നിങ്ങൾ പഠിച്ചില്ലേ? പൊട്ടക്കിണറ്റിൽ പോയി, അവിടെ കൊണ്ട് അവസാനിച്ചില്ല. പൊത്തിഫറിൻ്റെ വീട്ടിൽ പോയി, അവിടെയും തകർന്നില്ല. കാരാഗൃഹത്തിൽ പോയി, അവിടെ അവസാനിച്ചില്ല. കാര്യം എന്താ? അവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിൽ പ്രശ്നം വരത്തില്ല എന്നൊന്നും ഞാൻ പറയില്ല, രോഗം വരില്ല എന്ന് ഞാൻ പറയില്ല, സാമ്പത്തിക ബുദ്ധിമുട്ട് വരില്ല എന്ന് ഞാൻ പറയില്ല. പക്ഷെ എന്തെല്ലാം തകർച്ച വന്നാലും, എന്തെല്ലാം പ്രതികൂലം വന്നാലും അവിടെ കൊണ്ട് അവസാനിക്കാതെ അതിനപ്പുറമായി അവൻ അതിനെയൊക്കെ മറികടന്ന്, അതിനെയൊക്കെ അതിജീവിച്ച്, അതിനെ എല്ലാം തോൽപ്പിച്ച് അവൻ എത്തേണ്ട സ്ഥലത്തെത്തണമെങ്കിൽ അവൻ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽ മക്കൾ എങ്ങനെയാ അവർ നടന്നതെന്ന് നമുക്കറിയാം. ചെങ്കടൽ വരാഞ്ഞിട്ടല്ല, മുമ്പിൽ ചെങ്കടൽ വന്നു. പക്ഷേ ചെങ്കടൽ അവരെ അവസാനിപ്പിച്ചില്ല. ചെങ്കടൽ അവൻ രണ്ടായി പിളർന്ന് അവരെ വഴി നടത്തുന്ന, അക്കരെ എത്തിക്കുന്ന ദൈവം അവരുടെ കൂടെ ഉള്ളത് കൊണ്ട് അവർ ചെങ്കടൽ മുറിച്ചു കടന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുന്നവരെ, നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടവും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരില്ല എന്നല്ല. യേശു കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ എല്ലാ പ്രതികൂലങ്ങളെയും മറികടന്ന് അക്കരെ നാട്ടിലെത്താൻ ദൈവം നമ്മെ സഹായിക്കും. എത്ര പേര് ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നുണ്ട്? എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഈ ലോകത്തിൽ നമുക്ക് കഷ്ടമുണ്ട്, പ്രയാസങ്ങൾ. യേശു തന്നെ പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഇന്ന് പകൽ ലോകത്തെ ജയിച്ച നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ എല്ലാത്തെയും നമ്മൾ ജയിക്കുവച്ച. സ്തോത്രം. എല്ലാത്തെയും നമ്മൾ ജയിക്കും. അതിനൊറ്റ കാര്യമേ ഉള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യണം? വാഗ്ദത്തം ഉള്ളത് കൊണ്ട് നിങ്ങളെ തന്നെ എന്ത് ചെയ്തോണം? ശുദ്ധീകരിച്ചോണം. ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചാൽ അവൻ കൂടെ ഉണ്ട്. അവൻ ദൈവമായിരിക്കും. നിങ്ങൾ അവന്റെ ജനമാണെന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടാകും. അവൻ നിങ്ങളുടെ പിതാവായിരിക്കുന്നത് കൊണ്ട് എല്ലാ പ്രതിസന്ധികളെയും നിങ്ങൾ ജയിക്കും. അവിടെ പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തം ദൈവമായിരിക്കും. മാത്രമല്ല 17-ാം വാക്യം പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രീപുത്രന്മാരുമായിരിക്കും. ദൈവമായിട്ടുള്ള ഒരു പിതാവും മക്കളും തമ്മിലുള്ള ബന്ധം, ആ ബന്ധമാണ് നമ്മുടെ വാഗ്ദത്തം. ലോകത്തിലെല്ലാവരും ദൈവത്തെ വിളിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, അല്ലേ? പടച്ച തമ്പുരാനെ, ഞങ്ങളുടെ സൃഷ്ടിതാവേ. പക്ഷേ ശ്രദ്ധിച്ചോ, ഇതെല്ലാം സത്യമാണ്. പക്ഷെ ഞാനും നിങ്ങളും വിളിക്കുമ്പോൾ ഇച്ചിരി വ്യത്യാസമായിട്ടാണ് വിളിക്കുന്നത്. അത് ദൈവപുത്രൻ നമ്മളെ പഠിപ്പിച്ചു, കർത്താവ് പഠിപ്പിച്ചു. നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിക്കണം, സ്വർഗസ്ഥനായ ദൈവം കേവല സൃഷ്ടിതാവ് മാത്രമല്ല, സ്തോത്രം, അവൻ നമ്മുടെ പിതാവാണ്, സ്വർഗസ്ഥ പിതാവാണ്, അല്ലേ? അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധം, ഇതാണ് വാഗ്ദത്തം. അപ്പനും മക്കളുമായിട്ടുള്ള ബന്ധമാകുമ്പോൾ നിങ്ങൾ നോക്കിയാൽ ആ റിലേഷൻഷിപ്പിൻ്റെ ആഴമൊന്ന് ഓർത്ത് വയ്ക്കേ. സ്തോത്രം. അവിടെ സ്നേഹമുള്ള അപ്പൻ തൻ്റെ മക്കളുടെ ആവശ്യങ്ങളിലൊക്കെ അറിഞ്ഞ് ചെയ്യുന്ന ദൈവമാണ്, അല്ലേ? നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പേ നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ അറിയുന്ന ദൈവമാണ്. ഇന്ന് പകൽക്കാലം ഇതാ വാഗ്ദത്തം. ഇന്ന് പകൽക്കാലം അവൻ നിങ്ങളുടെ അപ്പനാണെങ്കിൽ നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പേ നിങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്നൊരു ദൈവം. നിങ്ങൾക്ക് എന്ത് വേണമെന്ന് നിങ്ങൾ പറയണ്ട, പറയാതെ തന്നെ അവൻ അറിയാ നിങ്ങൾക്ക് എന്താണ് ആവശ്യമെന്ന്. ഇന്ന് പകൽക്കാലം ആമേനല്ലേ, ആ
പിതാവെന്ന ബന്ധത്തിലേക്ക് വരണമെങ്കിൽ ആമേൻ വചനം പറയുക, നിങ്ങൾ നിങ്ങളെ തന്നെ വെടിപ്പാക്കണം, നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടണം, നിങ്ങൾ നിങ്ങളെ തന്നെ കഴുകണം. നിങ്ങളുടെ ശരീരത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കണം. നിങ്ങളുടെ ശരീരത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി. എന്തുവായി കന്മഷം എന്ന് പറഞ്ഞാൽ? ശരിക്കും പറഞ്ഞാൽ അവിടെ ഇരിക്കുന്ന വാക്കിൻ്റെ അർത്ഥം മലയാളത്തിൽ നമുക്ക് മലിനതയെന്നോ അഴുക്കെന്നോ അയോഗ്യതയെന്നോ അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അഴുക്കും മലിനതയും അല്ലേ, മുറുകെ പറ്റുന്ന പാപത്തെക്കുറിച്ച് മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട്. ചിലതൊക്കെ വരും. ഇത് രണ്ട് മേഖലയിൽ വരുമെന്നാണ് പറയുന്നത്. ശരീരത്തിലെയും ആത്മാവിലെയും എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാഹ്യമായ ഈ മണ്ഡലത്തിലുള്ളതും അകത്തുള്ളതുമുണ്ട്. പാപവും അശുദ്ധിയും ഒക്കെ പുറത്തുമുണ്ട്, അകത്തുമുണ്ട്. ഇതിന്റെ കേന്ദ്രം അകത്താ. കർത്താവ് തന്നെ പറഞ്ഞു അല്ലേ, ഹൃദയത്തിൽ നിന്നാണ് ഇതെല്ലാം വരുന്നത്. അപ്പോ ഈ അകത്തും പുറത്തുമുള്ള മലിനതകൾ, സ്തോത്രം, ഇന്ന് പകൽക്കാലം അത് ഒരുപക്ഷെ ചെറുതാണെന്ന് തോന്നിയാലും സാരമില്ലെന്ന് പറയുന്നതാണെങ്കിലും ഇതെല്ലാം പരിശുദ്ധനായ ദൈവത്തിന് വസിക്കാനുള്ള ആലയമാണെങ്കിൽ മുക്കിലും മൂലയിലും പോലും ഒരു പൊടി പോലും കിടക്കാതെ നാം ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ, നാം കഴുകുന്നത് പോലെ അല്ലേ, നമ്മൾ തൂക്കിയും തുടക്കിയും ഒക്കെ ചെയ്യുമ്പോൾ ഒരു പൊടി പോലും കിടക്കാൻ പാടില്ല. അവൻ അങ്ങനെ നിർബന്ധമുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാല പരിശുദ്ധ ദൈവം നിങ്ങളുടെ അകത്ത് വസിക്കുന്നെങ്കിൽ നിങ്ങളുടെ ചിന്തയിലാകട്ടെ, നിങ്ങളുടെ വിചാരങ്ങളിലാകട്ടെ, നിങ്ങളുടെ ഇടപാടുകളിലാകട്ടെ, അറിഞ്ഞും ദാവീദ് പറഞ്ഞതുപോലെ, ദൈവമേ എന്റെ ബാല്യത്തിലെ ലംഘനങ്ങള് അവൻ ഞാൻ അറിയാതെ ചെയ്തത് ഇന്ന് പകൽക്കാല ജീവിതത്തില് അവൻ സ്തോത്രം മനഃപൂർവ്വമല്ലാത്തത് അവൻ ഏത് തരത്തിലുള്ളതാണെങ്കിലും ഇതെല്ലാം ശുദ്ധീകരിക്കപ്പെടണം. സ്തോത്രം. വലിയ പാപങ്ങൾ ശുദ്ധീകരിക്കപ്പെടണം, ചെറുതെന്ന് തോന്നുന്നതും ശുദ്ധീകരിക്കപ്പെടണം. ഇവിടെ വലിപ്പ ചെറുപ്പമില്ല, അകത്തും പുറത്തുമുള്ള ഒരു വലിയ ശുദ്ധീകരണം. മനുഷ്യൻ ഏറ്റവും കൂടുതൽ പാപം ചെയ്യുന്നത് ചിന്താമണ്ഡലത്തിലാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. സ്തോത്രം. ആ ചിന്താമണ്ഡലം ശുദ്ധീകരിക്കപ്പെടണം പ്രിയപ്പെട്ടവരെ. ഞാനിനി അത് കൂടുതൽ വിശദീകരിക്കുന്നില്ല. എങ്ങനെയാ പരിഹരിക്കുന്നത് പ്രിയമുള്ളവരെ? നീക്കി. നിങ്ങൾക്കറിയാം, ഈ നീക്കുക എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു പരിപാടിയാ. സാധാരണ നമ്മുടെ പാപങ്ങളൊക്കെ പരിഹരിക്കുന്ന ആരാ? ദൈവമാ. പക്ഷെ ഇവിടെ വചനം പറയുന്നത് ദൈവം ചെയ്യാനുള്ളത് ചെയ്യും, നമ്മുടെ ഭാഗത്ത് ചിലത് ചെയ്യാനുണ്ട്. അവർക്ക് മനസ്സിലായി? സ്തോത്രം. 1 യോഹന്നാൻ 1:9 പറയുന്നു, ദൈവമാണ് അവൻ പാപം ശുദ്ധീകരിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. എന്നാൽ നമ്മളും ചിലത് നീക്കം ചെയ്യണം. എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങളിൽ നമ്മുടെ സഹകരണമില്ലാതെ ദൈവത്തിന് നമ്മെ ശുദ്ധീകരിക്കാൻ പറ്റില്ല. സ്തോത്രം. എൻ്റെ അകത്ത്, അതായത് ശുദ്ധീകരണത്തിൻ്റെ പ്രക്രിയ പറയാം. എൻ്റെ അകത്ത് പാപം ഉണ്ടെന്ന് എനിക്ക് തിരിച്ചറിയണം. ഒന്ന്, തിരിച്ചറിവില്ലാതെ ഞാൻ പ്രാർത്ഥിക്കുകയോ ശുദ്ധീകരിക്കാൻ ദൈവത്തിനെ പറ്റൂ. അവിടുത്തെ രക്തത്തിന് മാത്രമേ കഴുകാൻ പറ്റൂ. പക്ഷേ ആ ശുദ്ധീകരിക്കപ്പെടണമെങ്കിൽ നാം നമ്മുടെ പാപത്തെക്കുറിച്ച് എന്ത് ചെയ്യണം? തിരിച്ചറിയണം. എനിക്കിങ്ങനെ ഒരു കുഴപ്പമുണ്ടെന്ന് അറിഞ്ഞാലല്ലേ എനിക്കിത് പറയാൻ പറ്റൂ. എത്രവർക്ക് മനസ്സിലായി? ഇപ്പം ഞാൻ വിചാരിക്കുന്ന അതൊരു പാപമല്ലെന്ന് ചിന്തിച്ചുകൊണ്ട് നടന്നാൽ എനിക്ക് ശുദ്ധീകരിക്കപ്പെടാൻ പറ്റുമോ? എൻ്റെ ചിന്ത അതൊന്നും ഒരു പാപം അല്ല എന്ന കൺസെപ്റ്റിലെ കുറേ കാര്യങ്ങൾ മനസ്സിലിരിക്കുക. ആ കാര്യം നമ്മൾ ആയുസ്സിൽ മാനസാന്തരപ്പെടത്തില്ല. കാര്യം എന്താ? നമുക്ക് ആ കാര്യത്തെക്കുറിച്ചൊരു തിരിച്ചറിവ്. പക്ഷേ അങ്ങനെ ഒരു കുഴപ്പം ഇരിക്കുമ്പോൾ ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ നമുക്ക് പറ്റില്ല. അതാ ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് മനുഷ്യന്റെ കടമ
നമ്മുടെ പാപത്തെ തിരിച്ചറിയുക എന്നുള്ളതാണ്. കർത്താവെ, ദൈവകൃപയെ തടയുന്ന, ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ തടസ്സമായി നിൽക്കുന്ന, അല്ലെ, ദൈവം എന്നിൽ വസിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന എൻ്റെ ജീവിതത്തിൻ്റെ ഏത് മേഖലയിൽ ഏത് തരത്തിലുള്ള പാപമാണ്, ഏത് അശുദ്ധിയാണ് എന്നിൽ ഉള്ളതെന്ന് നമ്മളെപ്പോഴും ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരിക്കണം. ദൈവം നമുക്ക് അത് വെളിപ്പെടുത്തി നൽകും. സ്തോത്രം. അതുകൊണ്ട് ആ സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പ്രാർത്ഥിച്ചത്. 139 സങ്കീർത്തനം എല്ലാവർക്കും അറിയാവുന്ന വാക്യം. കർത്താവേ, 23-24 സങ്കീർത്തനം 139 ദൈവമേ എന്നെ ശോധന ചെയ്ത്, കർത്താവ് എൻ്റെ ഹൃദയത്തെ ഒന്ന് അറിയണം. എന്നെ പരീക്ഷിച്ച് എൻ്റെ നിലവുകളെ അറിയണമേ. വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വതമായ മാർഗത്തിൽ എന്നെ നടത്തണമേ. നോക്കണേ, ദൈവം പരിശോധിക്കുമ്പോഴാണ് നിന്നിൽ വ്യസനത്തിനുള്ള ഇന്ന കാര്യങ്ങൾ ഉണ്ട്. ഈ കാര്യം കൊണ്ട് നടന്നാൽ ദൈവാനുഗ്രഹം ഉണ്ടാവില്ല. അത് മാറ്റണം, അത് മാറണം. അപ്പം നമ്മൾ പറയും, കർത്താവ് ഞാൻ എന്നാ ചെയ്യണ്ടേ? അതിനെൻ്റെ കൃപയാണ്. നിങ്ങൾ പാപം മറച്ചു വെച്ചാൽ നിങ്ങളെ തന്നെ വഞ്ചിക്കുന്നു. കർത്താവെ, എന്നോട് ക്ഷമിക്കണം. അവിടുത്തെ രക്തം കൊണ്ട് ആ മേഖലയെ കഴുകണം. ഇനി ആ പാപത്തിൽ ജീവിക്കാതിരിക്കാനുള്ള കൃപ എനിക്ക് നൽകണം. അവിടെ ആ ശുദ്ധീകരണം. ഇപ്പം മനസ്സിലായോ? ഓരോരുത്തരും അങ്ങനെ ദൈവത്തോട് ചോദിക്കണം, എൻ്റെ ജീവിതത്തിലെ കന്മഷമേതാണ്. സ്തോത്രം. അപ്പോൾ ഒന്നാമത്തെ മാർഗം തിരിച്ചറിയണം, ദൈവത്തോട് ചോദിക്കണം. അല്ലാതെ നമുക്ക് മനസ്സിലാവില്ല, നമ്മൾ ആയുസ്സിൽ സമ്മതിക്കത്തുമില്ല. സ്തോത്രം. തിരിച്ചറിയുമ്പോൾ ദൈവം പറഞ്ഞു തരും. അപ്പോൾ എന്തായി? മനസ്സിലായാൽ ഉടനെ രണ്ടാമത് ചെയ്യേണ്ടത് സമ്മതിക്കണം. ദൈവം പറഞ്ഞാലും ചിലർ സമ്മതിക്കത്തില്ല, എതിർത്തിരിക്കും. അതൊക്കെ ഒരു പാപം ആണോ? എല്ലാവരും പറയുന്നതല്ലേ, എല്ലാവരും ചെയ്യുന്നതല്ലേ. ഇതൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയാൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മുടെ ആർഗ്യുമെൻ്റ് വരുന്നത്. പക്ഷേ തിരിച്ചറിഞ്ഞ് സമ്മതിക്കണം. സ്തോത്രം. ദാവീദിൻ്റെ മുഖത്ത് നോക്കി നാഥാൻ പറഞ്ഞപ്പോഴേ എന്ത് ചെയ്തു? സമ്മതിച്ചു. രാജാവാ, വേണമെങ്കിൽ തല വെട്ടാമായിരുന്നു, വെട്ടിയില്ല, സമ്മതിച്ചു. അതാണ് സമ്മതിക്കുക. കുറവുണ്ട്, സമ്മതിച്ചു. സ്തോത്രം. അങ്ങനെ സമ്മതിച്ചാൽ പിന്നെന്താ ചെയ്യേണ്ടത്? പിന്നെ നെടുമ്പാട് വീഴുക എന്നുള്ളതാ. കർത്താവേ, അതിൽ നിന്ന് എനിക്കൊരു മോചനം തരണം. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. നാളുകളായിട്ട് ദൈവകൃപ അനുഭവിക്കാൻ തടസ്സമായി നിൽക്കുന്നത് ചെറിയ കാര്യങ്ങളാണ്. അതിനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പുറത്താക്കാൻ നമുക്ക് കഴിയുന്നില്ല. സ്തോത്രം. അതിനെ ജയിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ആ ദൈവകൃപയുടെ ഒഴുക്കുണ്ടാകുന്നില്ല. നിന്നിൽ വസിക്കുമെന്നുള്ള വാഗ്ദത്തം പൂർണ്ണതോതിൽ അനുഭവിക്കാൻ കഴിയുന്നില്ല. സ്തോത്രം. അതിനെന്ത് വേണമെന്നറിയാമോ? അതിന് ശുദ്ധീകരണം ഉണ്ടാകണം, അതിൻ്റെ മേൽ ജയമുണ്ടാകണം. അതിന് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം, അതിനുവേണ്ടി ഉപവസിക്കണം, ദൈവമുമ്പാകെ നിലവിളിക്കണം. ആ പാപത്തിൻ്റെ മേൽ, ആ ശീലങ്ങളുടെ മേൽ, അതിൻ്റെ മേൽ എനിക്ക് ആത്മാവിൽ ജയം കൽപ്പിക്കണമേ എന്ന് പറഞ്ഞ് ആത്മാവിൽ നിങ്ങൾ പ്രാർത്ഥിച്ച് ദൈവത്തിൽ അടുക്കുമ്പോൾ നിശ്ചയമായ ദൈവം നിങ്ങൾക്ക് കൃപ നൽകി ആ അശുദ്ധ മണ്ഡലത്തെ, പാപത്തെ, ആ തിന്മകളെ ജയിക്കാൻ നിങ്ങൾക്കിടയാകും. അവിടെ പറഞ്ഞിരിക്കുക കന്മഷം. ആ കന്മഷം എന്ത് ചെയ്യണം? ചില ശീലങ്ങൾ മാറ്റാൻ വലിയ പാടാണ്. പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുമ്പോൾ ചില ശീലങ്ങൾ മാറും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? സ്തോത്രം. ചില ശീലങ്ങൾ നമ്മളിൽ നിന്ന് വിട്ടുപോയെങ്കിലേ ആത്മാവിൻ്റെ പ്രവൃത്തി നമ്മിൽ ഉണ്ടാകത്തുള്ളൂ. സ്തോത്രം. അനുവർത്തിച്ചു വരുന്ന ചില ശീലങ്ങൾ, ഞാൻ എന്താണെന്നൊന്നും വിശദീകരിക്കും, നിങ്ങൾക്ക് തന്നെ അറിയാം. നമുക്ക് തന്നെ പ്രാർത്ഥിച്ചാൽ മതി, ദൈവം പറയും. ചിലപ്പോൾ അല്ലേ ആവശ്യമില്ലാത്ത സംസാരിക്കുന്നതായിരിക്കാം. സ്തോത്രം. അല്ലേ, ചിലപ്പോൾ എല്ലായിടത്തും പോയി ചെവി വെക്കുന്നതായിരിക്കാം, എല്ലാത്തിനും മറുപടി പറയുന്നതായിരിക്കാം. ചില ശീലങ്ങളാണ്. കോപം നിയന്ത്രിക്കാൻ പറ്റാത്തതായിരിക്കും. എന്തുമായിക്കോട്ടെ, അത് ഓരോരുത്തരുടെയും വിഷയമാണ്. അവർ ദൈവത്തോട് പറയണം, കർത്താവേ, ഞാൻ എന്താണ് നീക്കേണ്ട കന്മഷം? പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നിങ്ങൾക്കുള്ളത് കൊണ്ട്, അതുകൊണ്ടാ നിനക്കൊരു വാഗ്ദത്തമുണ്ടെന്നേ. നിന്നിൽ വസിക്കാമെന്ന വാഗ്ദത്തം ഇല്ലേ? എത്ര വലിയ വാഗ്ദത്തമാ! അവൻ്റെ മകളായി, മകനായി രാജകീയമായി ജീവിക്കാനുള്ള വാഗ്ദത്തം.
സ്തോത്രം. അവൻ നിന്റെ അപ്പനായി അവന്റെ ഉടമസ്ഥതയിൽ ഭയമില്ലാതെ ജീവിക്കാനുള്ള വാഗ്ദത്തമാണ്. ചിലതിനെയൊക്കെ വേർപാട് അനുഷ്ഠിച്ച് ജീവിക്കാനുള്ള വാഗ്ദത്തമാ. സ്തോത്രം. അവനെ നിന്റെ പിതാവായി കണ്ട് പിതാവും മകനും മകളുമായി ജീവിക്കാനുള്ള വാഗ്ദത്തമാ. എത്ര വലിയ വാഗ്ദത്തമാ അല്ലേ? ആ വാഗ്ദത്തത്തിന് വേണ്ടിയാ ഈ കന്മഷമൊക്കെ നീക്കുന്നത്, ഈ സംസാരം നമ്മൾ നീക്കേണ്ടത് അല്ലേ? ഈ ക്ഷമയില്ലായ്മയെ നമ്മൾ നീക്കിക്കളയേണ്ടത്, ഈ തെറ്റായ ചിന്തകളെ നമ്മൾ നീക്കേണ്ടത് അതിനു വേണ്ടിയാ. അതിന് നമ്മളെ സഹായിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാ. ഇന്ന് പകൽക്കാലം വചനത്തിൻ്റെ അടുക്കിലേക്ക് വാ, വചനം നിന്നെ ശുദ്ധീകരിക്കും. യേശുവിൻ്റെ രക്തത്തിൻ്റെ അടുക്കിലേക്ക് വാ, ആ രക്തം നിന്നെ ശുദ്ധീകരിക്കും. പരിശുദ്ധാത്മാവിൻ്റെ അടുക്കിലേക്ക് വാ, പരിശുദ്ധാത്മാവിൻ്റെ ആജ്ഞ നിന്റെ ആകത്തൊന്ന് കാത്തട്ട് ചിലത് ചാമ്പലായി മാറട്ടെ. ഇന്ന് പകൽക്കാല കർത്താവ് നിങ്ങളോട് പറയുകയാ, ദൈവം നമ്മോട് സംസാരിക്കുകയാ. എനിക്ക് നിന്റെ ഉള്ളിൽ പാർക്കണം. വിശുദ്ധിയെ തികയ്ക്കുക എന്നൊരു പദമുണ്ട്, അത് വിശദീകരിക്കേണ്ട പദമാണ്. സ്തോത്രം. കർത്താവിനെ അറിഞ്ഞ സമയം നമുക്ക് ലഭിച്ചതാ. രക്ഷ ലഭിച്ചപ്പോൾ നമുക്ക് വിശുദ്ധി ലഭിച്ചിട്ടുണ്ട്. സ്ഥാനപരമായ വിശുദ്ധി എന്ന് പറയും, പൊസിഷണൽ ഹോൾനെസ് എന്ന് പറയും. നമ്മളൊക്കെ വിശുദ്ധരാ. ദൈവം കൊരിന്തിലെ സഭയെ നോക്കിയിട്ട് ദൈവം അവരെയൊക്കെ എന്താ വിളിച്ചേ? വിശുദ്ധന്മാരെ എന്നല്ലയോ? അപ്പോൾ തന്നെ അവിടെ ഏറ്റവും വലിയ പാപം ചെയ്യുന്നവരും അധാർമിക ജീവിക്കുന്നുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ കണ്ണിൽ സ്ഥാനപരമായി അവരാരാ? വിശുദ്ധരാ. എന്നാൽ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്, പ്രായോഗിക വിശുദ്ധി എന്ന് പറയുന്നൊരു വിശുദ്ധിയുണ്ട്. സ്തോത്രം. അത് ദിവസേന വളരുന്ന വിശുദ്ധിയാണ്. ഓരോ ദിവസവും നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുകയാണ്. സ്തോത്രം. ആ വിശുദ്ധി പൂർത്തീകരണത്തിലെത്തുമ്പോഴാണ് നമ്മൾ വിശുദ്ധിയെ തികയ്ക്കുന്നത്. അതാണ് അതിനുശേഷം അത് പൂർണ്ണ വിശുദ്ധിയിലേക്ക് വരും, പെർഫെക്റ്റ് ഹോൾനെസ്സിലേക്ക് വരും. സ്തോത്രം. അതുകൊണ്ട് ഒന്ന് പാപത്തിൽ നമ്മൾ മാറണം ഈ ദിവസങ്ങളിൽ. സ്തോത്രം. 2, ദൈവത്തിൻ്റെ കൃപയിൽ ഈ ദിവസങ്ങളിൽ നമ്മൾ വളരാൻ തയ്യാറാകണം. സ്തോത്രം. ഉള്ളിൽ നമ്മൾ ശുദ്ധീകരണം പ്രാപിക്കണം. സ്തോത്രം. ദൈവത്തോടുള്ള അടുപ്പം വർദ്ധിക്കുമ്പോൾ തന്നെ നമ്മൾ ശുദ്ധീകരിക്കപ്പെടും. ഞാനൊരു കാര്യം പറയാം, അശുദ്ധിയെല്ലാം വന്നു കയറുന്നത് ദൈവ സാന്നിധ്യമില്ലാതെ ജീവിക്കുന്നത് കൊണ്ടാണ്. ഓരോ ദിവസവും നിങ്ങൾ എത്രമാത്രം ദൈവത്തോട് ചേർന്ന് നടക്കുമോ അത്രമാത്രം നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെടും. എത്രമാത്രം നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് ചെലവഴിക്കുമോ അത്രമാത്രം നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും. എത്രമാത്രം ഈ വചനവുമായിട്ട് നിങ്ങളുടെ സമയം സ്പെൻഡ് ചെയ്യുമോ അത്രമാത്രം നിങ്ങളിലേക്ക് ദൈവിക വിശുദ്ധീകരണം വരും. എത്രമാത്രം ആത്മാവിൽ നിങ്ങൾ സംസാരിക്കുമോ നിങ്ങൾ ശുദ്ധരായിക്കൊണ്ടിരിക്കും. സ്തോത്രം. ദൈവത്തോടുള്ള അടുപ്പം വർദ്ധിപ്പിക്കുക, ദൈവത്തോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കുക, ദൈവമായിട്ടുള്ള കൂട്ടായ്മ വർദ്ധിപ്പിക്കുക. നിങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. ഇന്ന് പകൽക്കാലം അങ്ങനെ ശുദ്ധീകരിക്കപ്പെടുന്ന ദൈവജനം ഒരു കാര്യം അറിയണം, എൻ്റെ അകത്ത് ദൈവ സാന്നിധ്യം വസിക്കുവാനിടയായിത്തീരും. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തം നിങ്ങൾക്കുള്ളത് കൊണ്ട് നിങ്ങൾ ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നിങ്ങളെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികയ്ക്കുക. ഇതെല്ലാം നടക്കുന്നത് ദൈവഭയം എന്ന ഒരു കാര്യമാണ്. ഫിയർ ഓഫ് ദ ലോർഡ്. ദൈവഭയം എന്താ? അത് ദൈവത്തോടുള്ള ആദരവാണ്, ദൈവത്തോടുള്ള ബഹുമാനമാണ്. ദൈവഭയം എന്ന് ഉദ്ദേശിക്കുമ്പോൾ ദൈവത്തെ ആ ഭയം ചെയ്യുക എന്നുള്ളതല്ല, പകരം ദൈവത്തിന് കൊടുക്കുന്ന ബഹുമാനമാണ് നിൻ്റെ വിശുദ്ധി. എൻ്റെ ദൈവം എത്ര ആദരണീയനാണ്, എത്ര ബഹുമാന്യനാണ്, എത്ര ആദരവിന് യോഗ്യനാണ്. ഒരു സാധാരണക്കാരനല്ല. ഇത്ര വലിയ ദൈവം, ഇത്ര ശ്രേഷ്ഠ ദൈവം, അവൻ അനുഗ്രഹീതനായ ദൈവം. ആ ദൈവമാണ് എൻ്റെ ഉള്ളിൽ വസിക്കുന്നത്. വിശുദ്ധിയിൽ ഭയങ്കരനായ ദൈവമാണ് എന്നിൽ വസിക്കുന്നത്. ആ ദൈവത്തിന് കൊടുക്കുന്ന ആദരവാ നിന്റെ വിശുദ്ധീകരണം എന്ന് പറയുന്നത്. ജീസസ്, ജീസസ്. എത്ര പേർക്ക് ഇന്ന് പകൽ വചനം മനസ്സിലായി? ജീസസ്. നമ്മുടെ ജീവിതം മാറാൻ പോവാ പ്രിയപ്പെട്ടവരെ. ഇന്ന് പകൽക്കാലം ഈ വചനപ്രകാരം നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസം വന്നുകൊണ്ടിരുന്നാൽ, ശുദ്ധീകരണം വന്നുകൊണ്ടിരുന്നാൽ, ദൈവം നമ്മുടെ കൂടെ അങ്ങ് നടക്കുമെന്നേ, ദൈവം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമെന്നേ. നിങ്ങളുടെ ജീവിതം മാറും, നിങ്ങളുടെ ജീവിതത്തിന് വ്യത്യാസം വരും, നിങ്ങളുടെ നിലവാരം മാറുക, നിങ്ങളുടെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരും. നിങ്ങൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ആത്മീയ ജയം നിങ്ങൾ അനുഭവിക്കാൻ തുടങ്ങുക. ഇതുവരെ പ്രാപിച്ചിട്ടില്ലാത്ത ദൈവകൃപ നിങ്ങൾ പ്രാപിക്കാനിടയായി തീരുക. നിങ്ങളുടെ ജീവിതം പരാജയമല്ല, നിങ്ങളുടെ ജീവിതം വലിയ ജയമായി മാറും.